ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, MM മണി പറഞ്ഞാണല്ലോ, മണിയാശാൻ പറഞ്ഞാണ് വളരെ കൃത്യമായ വാചകം. മണി എന്ന് പറയുന്ന ഒരാൾ, MM മണി എന്ന് പറയുന്ന ഒരാൾ പാർട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനൊരു പവർ ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ വെറും മണി ഷൂ എന്നാണ് പറഞ്ഞത്. വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. എപ്പോഴും ഒരു സഖാവ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉള്ളപ്പോൾ മാത്രമാണ് ആ സഖാവിനെ സഖാവ് എന്നെല്ലാവരും വിളിക്കുക. അല്ലെങ്കിൽ വെറും ഷൂ എന്ന് തന്നെയാണ് മണിയാശാൻ പറഞ്ഞത്. വളരെ കൃത്യമല്ലേ അദ്ദേഹം? ഇപ്പൊ തന്നെ മണിയാശാൻ ഒരുപക്ഷെ അവിടുത്തുകാർക്ക് ഏറ്റവും ഉടുമ്പൻചോലക്കാരെ സംബന്ധിച്ചിടത്തോളം MM മണി എന്ന് പറഞ്ഞാൽ ജീവശ്വാസം പോലെയുള്ള ഒരു വ്യക്തിയാണ്. ഉടുമ്പൻചോലക്കാർ ഇനി എന്ത് വന്നാലും MM മണി മത്സരിക്കാൻ ഇറങ്ങിയാൽ MM മണിക്കിട്ട് തന്നെ കുത്തും. കാരണം അതൊരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ MM മണിക്ക് പോലും ഇത്തവണ സീറ്റ് കൊടുക്കണ്ട എന്ന തീരുമാനം വന്നപ്പോഴും എല്ലാവരോടും ക്ഷോഭിച്ചുകൊണ്ടും അല്ലാതെ തൻ്റെ വാക്കുകൾ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ഭാഷയിൽ സംസാരിക്കുന്ന മണിയാശാൻ പോലും അതിനെതിരായ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അപ്പോൾ മണിയാശാൻ പോലും അങ്ങനെ തനിക്ക് അനുഭവിച്ചു നൽകുന്ന അല്ലെ പാർട്ടിയുടെ ആ ഒരു രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ ശീലിച്ചു കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കണമെന്നേ ഒരു സഖാവ്.